കമലിന് ആക്ടിങ് സ്കോപ്പ് ഇല്ല ഈ സിനിമയിൽ. 28 ഇയേഴ്സ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ആ പ്ലോട്ട് വിട്ടിട്ട് ഇവർക്ക് ഈ കഥ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ ടൂവിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്, ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന മൂവിയാണ്. കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ ഓഫ് ദ ഫൈറ്റ് ഓഫ് സേനാപതി, അത്രേ ഉള്ളൂ. പടം ഓക്കെയാണ്, ബോറൊന്നും പറയാനില്ല. 3 മണിക്കൂറോളം ഓടുന്നുണ്ട്. 3 മണിക്കൂറും ലാഗൊന്നുമില്ല. ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്, ക്ലൈമാക്സിൽ ചേസിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കമലിന് ആക്ടിങ് സ്കോപ്പ് ഇല്ല ഈ സിനിമയിൽ. 28 ഇയേഴ്സ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ആ പ്ലോട്ട് വിട്ടിട്ട് ഇവർക്ക് ഈ കഥ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ 3-ക്കുള്ള ലീഡ് ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് ഓടുന്നുണ്ട്. അതിലെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ 3 ഒരു 2025 വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല സിനിമ ആയിരിക്കുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇന്ത്യൻ 1-നായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ 1 നമുക്കൊരു പറയുകയാണെങ്കിൽ പലരും ജനിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ യൂട്യൂബ് എടുക്കുന്ന ആരായാലും ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശം ഇപ്പോൾ ഇല്ല. അതങ്ങനെയാണ് അങ്ങനെ വരുള്ളൂ. അതിനായിട്ടൊരു കമ്പാരിസണും ചെയ്യേണ്ട. 2022 ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുന്ന് കാണാം, അത്രയേ ഉള്ളൂ. ഇന്ത്യൻ 3-ക്കുള്ള ലീഡ് നന്നായിട്ടുണ്ട്, അടിപൊളിയായിരിക്കും, എക്സ്പെക്ട് ചെയ്യാം. പടം കൊള്ളായിരുന്നു, എനിക്ക് ഓക്കെ. ഐ മീൻ എക്സെപ്റ്റ് ദ മ്യൂസിക് ഒഴികെ ബാക്കി എല്ലാം വർക്ക് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കമലഹാസൻ എന്നുള്ള ആക്ടറും ശങ്കറിന്റെ ഡയറക്ടറും നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ സിനിമ കാണാൻ വന്നത്. എനിക്ക് ട്രെയിലർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്ന സിനിമ കണ്ടപ്പം എനിക്ക് ഓക്കെ ആയി. ആക്ച്വലി മ്യൂസിക് മാത്രം എനിക്ക് മ്യൂസിക് എത്ര എ ആർ റഹ്മാൻ്റെ ആ ഒരു പോർഷൻസ് വരുന്നുണ്ടായിരുന്നു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക്. ആ പോർഷൻസ് ഒക്കെ ഗംഭീരമായി തോന്നി. പക്ഷെ അല്ലാതെ ക്രിയേഷൻ അത്ര സുഖകരമായി തോന്നിയില്ല. നെടുപിടി വേണമൊക്കെ തിരിച്ച് നമുക്ക് കാണാനായി ഡെഫിനറ്റ്ലി ആ മൊമെന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഐ മീൻ പുള്ളിയുടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു ഫീൽ ചെയ്തില്ല. ഇട പോർഷനിൽ മാത്രമാണ് ഏതൊക്കെയോ 2-3 ഷോട്ട്സിലെ അത് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ. വേറെ ഡീപ്പായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നത്. ഇന്ത്യൻ 3-യുടെ ട്രെയിലർ കണ്ടല്ലോ. വേറെ ഈ ഇന്ത്യൻ 2-ന്റെ തന്നെ വേറെ ഒരു ലെവലാണ് ഇന്ത്യൻ 3-യുടെ ട്രെയിലർ കണ്ടപ്പോൾ. കമലിന്റെ ഒരു യങ് കമലിനെയൊക്കെ നമ്മൾ കണ്ടു. അത് നൈസാവും തോന്നുന്നു. പ്രശ്നം ഇന്ത്യൻ 1-ആണോ ഇന്ത്യൻ 2-ആണോ? ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ 2-നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്, ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന മൂവിയല്ല. അത് വെച്ചിട്ട് ഒരിക്കലും ഈ ഫിലിമിനെ കമ്പയർ ചെയ്യാമെന്ന് ശരിയായി തോന്നുന്നില്ല. കമലഹാസന്റെ മേക്കപ്പ് ലുക്സ് അതൊക്കെ കുഴപ്പമുണ്ടായിട്ട് തോന്നിയില്ല. നൈസായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അത്ര വലിയ എക്സ്പീരിയൻസ് ആയിട്ടില്ല. എന്നാലും ഒരു പ്രാവശ്യം കണ്ടു നോക്കാം. ആ ഒരു കണ്ടന്റ് നല്ലൊരു കണ്ടന്റാണ്. പക്ഷേ ബാക്കി മൊത്തത്തിൽ വലിയ ഗുണമൊന്നും തോന്നിയില്ല. വെറുതെ കണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ 3 ഈസ് സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് വരാൻ പോകുന്ന രീതിക്ക് ഇന്ത്യൻ 3-യുടെ ഒരു ട്രെയിലർ ലാസ്റ്റ് വരുന്നുണ്ട്. അതാണ് സിനിമയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് മെയിനായിട്ട് ലാസ്റ്റ് തോന്നിയൊരു കാര്യം. പിന്നെ അയ്യോ ഏറെ കുറിച്ചൊന്നും പറയാം. നെടുമുടി സാറ്, അതുപോലെ തന്നെ നെടുമുടി, അതുപോലെ മനോബാല, വിവേക്, അവരൊക്കെ സീൻസ് റിയലി ഷൂട്ട് ചെയ്ത പോലെ അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ടുണ്ട്. VFX ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല, നല്ല രീതിക്കാണ് സിനിമ എടുത്തേക്കുന്നത്. പടം എങ്ങനെയുണ്ട് മൊത്തത്തിൽ? പടം തിയേറ്റർ വാച്ച് പടമാണ് ഡെഫിനറ്റ്ലി. അതിന് തിയേറ്റർ 1 ടൈം വാച്ചിനുള്ള എല്ലാ ഒരു പടം ഒരു വെർത്തർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു അപ്രിസിയേഷൻ ഉള്ള ഫിലിം മേക്കിംഗ് ഉണ്ട്. മൂവി ആക്ച്വലി നല്ലൊരു പടമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ 1-ന്റെ കൺസെപ്റ്റ് അറിയാം. സോ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയ ഇന്ത്യൻ 2-ഉം കാണാനായിട്ട് പുറപ്പെടേണ്ടതുള്ളൂ. വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ ലൈക്ക് ആ ഒരു ഫൈറ്റിൻ്റെ കറപ്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിൻ്റെ കണ്ടിന്യൂഷൻ ഉള്ള രീതിക്ക് പടം കാണുകയാണെങ്കിൽ ബെറ്റർ. ഇന്ത്യൻ 1 കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ 1 നമ്മൾ യൂട്യൂബിലും ടിവിയിലൊക്കെ ഒരുപാട് വീണ്ടും റിപ്പീറ്റ് വാച്ച് കണ്ട പടമാണല്ലോ. കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ ഓഫ് ദ ഫൈറ്റ് ഓഫ് സേനാപതി, അത്രേ ഉള്ളൂ. 3 കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. 3 ട്രെയിലർ കണ്ടിട്ട് തിയേറ്റർ കാണാനുള്ള ഫീലിംഗ് ഓക്കെയാണ്, കുഴപ്പമില്ല. ശങ്കറിന്റെ ഡയറക്ഷനൊക്കെ പൊളിയാണ്. കമലഹാസനും പൊളിയാണ്. ഇഷ്ടപ്പെട്ടു. 3 കാണാനുള്ള ഒരു ഇതുണ്ടോ? ഇന്ത്യ ഫസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് കണ്ടു, പക്ഷെ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ഇഷ്ടം നന്നായിട്ട് തോന്നിയേ? ഫസ്റ്റ് ആണ് നന്നായിട്ടുള്ള ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് കമലഹാസന്റെ 1-ലെ പോലെ തന്നെയാണ് കളർ നോക്കിയത്.